അപ്പം ഇന്ന് നമ്മൾ ബ്രെഡ് കൊണ്ട് ഒരു സാൻഡ്വിച്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ലൈഫ് ഡയറക്ട്സിൻ്റെ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മളിന്ന് ബ്രെഡ് കൊണ്ടുള്ളൊരു സാൻഡ്വിച്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ബ്രെഡ് എടുത്തിട്ടുണ്ട്, ഉള്ളി എടുത്തിട്ടുണ്ട്, തക്കാളി എടുത്തിട്ടുണ്ട്, ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട്, എഗ്ഗ് എടുത്തിട്ടുണ്ട്, ഉപ്പ്, നെയ്യ് എന്നിവ മതി. അപ്പം ആദ്യം തന്നെ നമ്മുടെ കോഴിമുട്ട ഒന്ന് പുഴുങ്ങിയെടുക്കാം. നമ്മുടെ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ ആവശ്യമായ 4 കോഴിമുട്ട നമ്മൾ പുഴുങ്ങാൻ വേണ്ടിയിട്ട് പാനിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് പുഴുങ്ങി റെഡിയായി വരുന്ന സമയം കൊണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. നമ്മുടെ കോഴിമുട്ട വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തൊലി പൊളിച്ച് മാറ്റി വെക്കാൻ പോവാണ്. മുട്ട തോലൊക്കെ പൊളിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മഞ്ഞ ഒഴിവാക്കുക, എന്നിട്ട് വെള്ള ഒന്ന് ചെറുതായി അരിഞ്ഞെടുക്കുക. അപ്പോൾ നമ്മുടെ കോഴിമുട്ടയുടെ വെള്ള അരിഞ്ഞെടുക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ പാൻ ചൂടാക്കി അതിലേക്ക് നെയ്യ് ഒഴിച്ച് നമ്മുടെ 6 ബ്രെഡും കൂടി നമുക്കൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ 4 ബ്രെഡും കൂടി അടുപ്പിൽ വെച്ച് പാനിൽ വെച്ച് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് മറച്ചിടും കൂടെ വേണം. ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ആ അരിഞ്ഞ് വെച്ച വെള്ള കോഴിമുട്ടയുടെ വെള്ളയിലേക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ച് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ടോസ്റ്റ് ചെയ്ത് വെച്ച ബ്രെഡ് ഇവിടെ ഉണ്ട്. നമ്മുടെ കഷ്ണങ്ങളൊക്കെ നല്ല വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഉള്ളിയും തക്കാളിയും. അപ്പോൾ ഈ ടോസ്റ്റ് ചെയ്ത് വെച്ച ബ്രെഡിലേക്ക് എഗ്ഗും സോസും കൂടി മിക്സാക്കി വെച്ചത് ഇടുക. പിന്നെ അതിൻ്റെ മേലെ തക്കാളിയും ഉള്ളിയും വെച്ച് പിന്നെ ഒരു ടോസ്റ്റ് ചെയ്ത് വെച്ച ബ്രെഡും കൂടി മേലെ വെക്കുക. റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇതിൻ്റെ ഇങ്ങനെ ഈ രീതിയിൽ കാണുന്ന രീതിയിലൊന്ന് മുറിച്ചിട്ട് നമുക്ക് കഴിക്കാം. സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ഈ കാണുന്ന രീതിയിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയണേ. ഇത് നമ്മുടെ കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ടും ഈവനിങ്ങിന് ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ ഒക്കെ കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി സാധനമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു.